നിങ്ങൾക്ക് ഇവിടെ എൻ്റെ കാറിൻ്റെ മുകളിൽ പുലി കയറിയത് കാണിച്ചിട്ട് ഇവിടെ നല്ല ചൂട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക കാറിൻ്റെ മുകളിലും കുഞ്ഞു പുലികൾ കയറാറുണ്ട്. ആ കുഞ്ഞിപ്പുലി എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഖത്തറിൽ ഇപ്പോൾ വണ്ടി എവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ. എന്താണെന്നല്ലേ കാണുന്നുണ്ടോ പുലിയുടെ കാൽപ്പാടുകൾ പോലുള്ള കുറച്ച് അടയാളങ്ങൾ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ പൂച്ച കയറിയിരിക്കുന്നതാണ്. പൂച്ച കയറി ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ്. വണ്ടി ഓടി വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണല്ലോ വണ്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ നേരെ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കും. എന്നുവെച്ചാൽ നിലത്ത് അവർക്ക് കിടക്കാൻ പറ്റില്ലല്ലോ, നല്ല ചൂടല്ല. അപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഓഫീസിലേക്കുള്ള പോക്കാണ്. ഓഫീസിൽ എത്തിയാലേ അറിയാൻ പറ്റുള്ളൂ ഇന്നത്തെ ടാസ്ക് എന്തൊക്കെയാണ്. എന്തായാലും നല്ല ചൂടാണ് പുറത്ത്. 2-3 ടാസ്ക് എടുത്തിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ രാവിലെ 7:41. ഇന്നേരത്തെ വെതറാണ് കേട്ടോ ഈ കാണുന്നത്. 36 ഡിഗ്രി. ഇന്ന് ബുധനാഴ്ച 24 ജൂൺ. അപ്പോൾ ഗൈസ്, ഇന്ന് 2 ടാസ്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സൈറ്റിലൊരു കോൺട്രാക്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൈറ്റിൽ ഞങ്ങൾ കുറച്ച് ഡോറിൻ്റെ മെയിൻ്റനൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡോറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കോൺട്രാക്ടർ വന്നിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോൺട്രാക്ടറെ കാണണം, ആ ഡോറിന് എന്തൊക്കെയാണെന്ന് പ്രശ്നങ്ങൾ കാണണം. അവിടെ പോയിട്ട് അത് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ ടാസ്ക്. പോയി നോക്കാം. നല്ല വിശപ്പുണ്ട്, അത് ആദ്യം തീർക്കണം. സൈറ്റിൽ പോകുന്നതിന് മുമ്പേ ഒരു ചായയും എന്തെങ്കിലും ഒരു സാധനം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അത് കഴിച്ചിട്ടാക്കാം ബാക്കി പരിപാടി. ഇവിടെ നിന്നാണ് ഇടയ്ക്ക് ചായ കുടിക്കാൻ വരാറ്. ഒരു ചായ, മധുരം കുറവ്. ഒരു വടയും കൂടെ വേണം. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, ചായയും എന്തെങ്കിലും കടിയും വാങ്ങിയിട്ട് വണ്ടിയിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ്. ഒന്നും കൂടെ ലാവിഷായിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോഴാണ് ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ഇടത്തട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ്. അയ്യോ, മുമ്പേ പറഞ്ഞ പോലെ ഒടുക്കത്തെ ചൂട്, കൊടുംചൂട്. ഇവർക്ക് ഇത്രയും എണ്ണ ഒരു വടക്ക് വേണ്ടിയിട്ട് ചിലവാക്കി മുതലാവോ? ആഹാ, വടയിൽ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ. സാധാരണ വടയിൽ ക്യാരറ്റ് കാണാറില്ല, കുരുമുളക് കാണാറുണ്ട്. മുളകുണ്ട്, കുരുമുളക് കാണുന്നില്ല. എന്താ വെച്ചാൽ നല്ല വിലയാണ് കുരുമുളകിന് ഇവിടെ. ക്യാരറ്റ് ഏറ്റവും ചീപ്പാണ്, കുറഞ്ഞ പൈസയേ ഉള്ളൂ.
അതുകൊണ്ട് അവർ ക്യാരറ്റ് ഇട്ടു. അതുകൊണ്ട് തന്നെ ചെറിയ മധുരമുണ്ട്. കണ്ടില്ല, ക്യാരറ്റ് കുത്തി നിറച്ചിട്ടിട്ടുണ്ട്. ചായ നല്ല അടിപൊളി ചായ കേട്ടോ. നല്ല നാട്ടിലെ സമാവർ ചായ. ഇപ്പം അടുത്ത കാലത്താണ് ഖത്തറിൽ സമാവർ ചായ കണ്ടു തുടങ്ങിയത് കേട്ടോ. 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ സമാവർ ചായ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പേ റെയിൻബോ മിൽക്ക് അടിക്കും, അത് വെച്ചിട്ടുള്ള ചായയാണ് ഉണ്ടാവുക. ആ പാക്കറ്റ് ടിന്ന് പാലില്ലേ, അത് വെച്ചിട്ടുള്ള ചായയാണ് ഉണ്ടാവാറ്. തുടക്കത്തിൽ ഇവിടെ സമാവർ ചായക്ക് എല്ലാ ഹോട്ടലും 2 റിയാലായിരുന്നു വാങ്ങിയിരുന്നത്. 2 റിയാൽ എന്ന് പറയുമ്പോൾ 50 രൂപ. ഇപ്പോൾ അത് 1 റിയാൽ, അതും 1 റിയാലോട്ട് മാറി. പൊതുവെ ചായക്കൊക്കെ 1 റിയാൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ സാധാരണ ഹോട്ടലാണ് കേട്ടോ, വലിയ ഹോട്ടലല്ല. എനിക്ക് ഉഴുന്നുവടക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇടയ്ക്കിടയ്ക്കുള്ള കുരുമുളകിൻ്റെ കടിയാണ് കേട്ടോ. അതിൽ എന്തായാലും വാങ്ങിയ വട കഴിഞ്ഞു. ഇന്നലെ മിന്നാന്നും കൂടെ പുറത്തുനിന്ന് കുടിച്ച ചായയാണിത്. ഓഫീസിൽ നിന്ന് കുടിക്കുന്ന ചായ വേറെ ഉണ്ട്, വീട്ടിൽ നിന്ന് കുടിക്കുന്ന ചായ വേറെ ഉണ്ട്. ഇത് പുറത്തുനിന്ന് കുടിച്ച ചായ. എൻ്റെ ഉമ്മ സാധാരണ പറയണ പോലെ ചെറിയൊരു കാളെല്ലാം അങ്ങോട്ട് മാറി കിട്ടി, ചെറിയൊരു വിശപ്പ് മാറ്റി. അത് കഴിഞ്ഞതിന് ശേഷം ആ കോൺട്രാക്ടർക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല. ചിലപ്പോഴൊക്കെ ഒഴിവ് കഴിവ് പറയാറുണ്ട്, പണിക്കാരെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ സാധനം റെഡി ആയിട്ടില്ല എന്നൊക്കെ. അതുകൊണ്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. അവന് ഫോൺ എടുത്തിട്ട് മാത്രം സൈറ്റിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു ഇത്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് പോസ്റ്റ് ആവും. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വിളിച്ചു നോക്കണം. ഫോൺ എടുത്തിട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ, കാരണം അത്രയും ദൂരം പോകാനുണ്ട്. പിന്നെ രണ്ടാമത് അവനില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പരിപാടി നടക്കില്ല. സാധാരണ ഇതേപോലുള്ള കോൺട്രാക്ടർമാർക്ക് ഞങ്ങൾ കൂടുതൽ വർക്ക് കൊടുക്കാറില്ല. ഇവർക്ക് ഞങ്ങൾ കൊടുത്ത ആദ്യത്തെ വർക്കാണത്. പക്ഷെ ആദ്യത്തെ ഒറ്റ വർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അവരെ. മര്യാദക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല, സൈറ്റിൽ വരില്ല, വർക്ക് കംപ്ലീറ്റ് ആക്കൂല. ഇപ്പൊ കൊടുത്ത വർക്ക് ഇത് ഇവർക്കുള്ള അവസാനത്തെ വർക്കാകും. ഈ സൈറ്റിൽ നാളെ സിവിൽ ഡിഫൻസ് ഇൻസ്പെക്ഷൻ ആണ്. അപ്പോൾ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ സൈറ്റിനാണ്. ഇന്ന് അവിടുത്തെ വർക്ക് തീർക്കണം, ഇല്ലെങ്കിൽ അവിടുത്തെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ബ്ലോക്ക് ആകും. അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് ചിലപ്പം പോകാൻ കഴിഞ്ഞോളണമെന്നില്ല. ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. മിക്കവാറും ഇന്ന് ഈ ഒരു സൈറ്റ് കൊണ്ട് തന്നെ ലോക്കായി ഞാൻ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ല, കോൺട്രാക്ടർ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. എന്തായാലും അവനെ തേടി പിടിച്ച് കണ്ടെത്തിയ സൈറ്റിൽ എത്തിച്ച് അവനെ കൊണ്ട് പണിയെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഇതിന് മാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞു. കോൺട്രാക്ടർ പറഞ്ഞു ആളെ കിട്ടിയിട്ടില്ല, വർക്ക് ചെയ്യാനുള്ള പണിക്കാരെ കിട്ടിയിട്ടില്ല എന്ന്. അപ്പം ഞങ്ങളെ ടീമിനെ വിളിച്ചുകൊണ്ട് അറേഞ്ച് ചെയ്തു. ഒരാൾ ഈ സൈറ്റിന് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, അവരെ വിളിച്ചിട്ട് ചെയ്യിക്കാന്നുള്ള ഏർപ്പാട് ചെയ്തു. അതിനുശേഷം പിന്നെ കോൺട്രാക്ടർ ഒരാളെ കിട്ടിയിട്ടുണ്ട്, 1 മണിക്കൂർ ശേഷം ആൾ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയും അവർ സൈറ്റിൽ. എന്തായാലും ഇന്ന് ഞാൻ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറും. കാരണം വെച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ നാളെ ഇവിടെ സിവിൽ ഡിഫൻസ് ഇൻസ്പെക്ഷൻ ആണ്. അതിന് എല്ലാ ഡോറും ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മളെ ജോലി, നമ്മൾ ഏറ്റെടുത്ത വർക്കിൻ്റെ ഒരു അതാണ്. നമ്മൾ ആ ഒരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. 2 മണിക്കൂറോളായി ഞാനിവിടെ പോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട്. എന്നെ ആൾ പോസ്റ്റ് ആക്കിയതാണ്. അവൻ്റെ ഒരു വിളി കിട്ടിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സൈറ്റിൽ. ഇന്ന് ഈവനിങ്ങിൽ ബാലൻ ദ ബോയ് സിനിമക്ക് പോകണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ആ സിനിമനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് പറയണേ. വീഡിയോ എല്ലാം കാണുമ്പോൾ പൊതുവേ നല്ല അഭിപ്രായമാണ്.
റിവ്യൂ കാര്യങ്ങളെല്ലാം നല്ല അഭിപ്രായമാണ്. അപ്പോൾ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു അഭിപ്രായം പറയണേ. രാവിലെ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രൊജക്റ്റിൻ്റെ സൈറ്റ് സർവേ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഷോപ്പ് തുറന്നിട്ടില്ല, ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ചാവിയാണേൽ ഫിറ്റ് ഔട്ട് കോൺട്രാക്ടർ അടുത്താണ്. അപ്പോൾ നല്ല വെയിലാണ്. വിളിച്ചിട്ട് ചാവി ഒരു കോൺട്രാക്ടർ വിളിച്ചിട്ടാണെങ്കിൽ, ഇത് വേറൊരു ഫിറ്റ് ഔട്ട് കോൺട്രാക്ടറാണ്, ഇവരെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ദിവസം വരേണ്ടി വരും. ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളത് ഈ അടഞ്ഞു കിടക്കുന്ന ഷോപ്പിന് വേണ്ടിയിട്ടാണ്. തുറക്കാനൊരു മാർഗമില്ല. അപ്പം ഞാനവിടെ നിന്ന് പോവുകയാണ്. ഇനി നാളെ വന്നിട്ട് അവരെ വിളിച്ച് കൺഫേം ആക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ വരണം. കാരണം ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ചൂടായിട്ട് സൈറ്റെല്ലാം രാവിലെ 11 മുതൽ 3 മണി വരെ പണിയെടുക്കാൻ പാടില്ല, പുറത്ത് പണിയെടുക്കാൻ പാടില്ല. അതുകൊണ്ട് പോയിട്ടുണ്ടാവണം. അപ്പം ഇനി നാളെ നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ് ഔട്ട് കോൺട്രാക്ട് വിളിച്ചപ്പോൾ പണിക്കാരെല്ലാം ഇന്നത്തെ പണി കഴിഞ്ഞ് പോയി എന്നാണ് പറഞ്ഞത്. നാളെ രാവിലെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ടാസ്ക് നാളെ രാവിലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് ഡോറിൻ്റെ മെയിൻ്റനൻസ് അത് അവർ ടീം ചെന്ന് ഫിക്സ് ചെയ്ത് ഡോർ ക്ലോഷർ ഫിക്സ് ചെയ്തതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റെടുത്ത 2 പരിപാടി, അതിൽ ഒന്ന് സക്സസ്സായി, ഡോറിൻ്റെ കാര്യം സക്സസ്സായി, മറ്റേത് നാളെ രാവിലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. Ashir, this is what I'm telling you. This is the corridor from the male toilet. छोड़ो छोड़ो छोड़ो